ഇത് തന്നെ 600 കൊക്കീനും മാവും ഇല്ല. അതാണ് അവന്മാരെ പറഞ്ഞേ. അവൻ രണ്ടുപേരെ പിടിച്ചെന്ന് ബോബോയെ കണ്ണാപ്പിനെ പിടിച്ച് ബോബോയ് കണ്ണാപ്പി കൂടി വന്ന് ഇവന്മാരെ ഗ്യാങ്ങിൽ ഒരു മെമ്പറിനെ അടിച്ചിട്ട് കത്തിച്ച്. ആ സമയത്ത് അവന്റെ കയ്യില് അവൻ ഗ്യാങ് ലോക്കറിൽ എടുത്തോണ്ട് വന്ന 600 കൊക്കീനും 600 വീടും അവന്മാര് കത്തിച്ചതിന്റെ കൂട്ടത്തിൽ പോയി. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാനായിട്ടുള്ള ഉള്ള ഒരു മൈൻഡ് അല്ല. അവന്മാർക്ക് ജസ്റ്റ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോൾവ് ആക്കി വിടാന്നാണ് അവന്മാര് പറയുന്നത്. 600 കൊക്കീനും 600 വീടും മനസ്സിലായി. 300 വേണ്ടെന്ന് പറഞ്ഞത് കേട്ടാ. ലാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രോ, ഞാനായിരുന്നു ലീഡർ പരന്തുവാസം. നമുക്ക് അവരെ ഒന്ന് കാണാൻ, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ? സാർക്ക് ഞാനോട് വരുവാണ്. ഇമ്മാതിരി കള്ളന്മാരെയൊക്കെ ഉണ്ടല്ലോ. സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ അത് തരുമെങ്കിൽ പിന്നെ അതങ്ങ് അവിടെ ഇതാക്കാം. മനസ്സിലായില്ല. കൊല്ലേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് ഒന്ന് അവനോട് ചോദിക്കാൻ വേണ്ടിട്ടാണ്. നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞു സിറ്റുവേഷൻസ് ഒന്നും എടുക്കല്ലേ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹലോ കണ്ണാപ്പി. എടാ, നിങ്ങൾ രണ്ടുപേരത്ത് ഇന്ന് സിറ്റുവേഷൻ ഒന്നും എടുക്കലെന്ന് ഓൾറെഡി പറഞ്ഞല്ലേ? അണ്ണാ നമ്മളായിട്ട് എടുത്താണ്. ഉമ്മാര് കൊണച്ചോണ്ട് വന്നതാണ്. ഉമ്മാർക്ക് അങ്ങ് മുട്ടി നിൽക്കും ഉമ്മാർക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട്. ചുമ്മാ വന്ന് വണ്ടിക്കട്ട് പിറ്റ് ചെയ്താണ്. നമ്മൾ ഒരു നീയൊക്കെ തന്നെ കൊണച്ചാ. നീ കൊണച്ചില്ല. ആര് കൊണച്ചു? നീയൊക്കെ വണ്ടിക്ക് കൊണച്ചോണ്ടാ. നീയൊക്കെ വണ്ടിക്ക് കൊണച്ചാ നിന്റെ കൂടെ ഉള്ളത് തന്നെ അടിച്ചു വന്നത്. അല്ല, അവന് മര്യാദ സംസാരിക്കാറില്ല. കണ്ണാപ്പി എടാ, സിറ്റുവേഷൻ ആയിട്ട് നീ റേഡിയോയിലൊന്നും ഒരു കോൾ പോലും തരായിരുന്നു. നമ്മള് സിറ്റി കയറിയുള്ള ഞാനും പോകണം. സിറ്റി കയറി വന്നോണ്ടിരിക്കായിരുന്നു ഗ്യാങ് ഹൗസിലോട്ട്. റേഡിയോ കയറിയില്ല. നമ്മള് കുറെ നേരമായിട്ട് ഉണ്ടായിരുന്ന നമ്മള് ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് നമ്മള് റേഡിയോ കയറാണ്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് വരാന്ന് ഓർത്തിരിക്കുവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്ന സമയത്താണ്. എന്താ സംഭവിച്ചെന്ന് പറയോ? അല്ലല്ല, ജസ്റ്റ് ഒന്ന് എന്താ സംഭവിച്ചെന്ന് ബ്രോ ഒന്ന് പറയോ? ഇവരെന്താ ചെയ്തേന്ന് ആദ്യം? ബ്രോ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇന്നലെ വെള്ളവേടന്ന് നമ്മൾ ഈ 600 കൊക്കെ ജോയിന്റും പിന്നെ 700 സംതിങ് മാവും മേടിച്ചായിരുന്നു. ഓക്കെ, പിന്നെ 2-3 ഗണ്ണുണ്ട്. അത് ഓക്കെ പോട്ടെ നിൽക്കാം. അപ്പോ നമ്മുടെ ഗ്യാങ്ങിന്റെ ലോക്കറിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു ഇന്ന് ഡെക്കുവാണ് കേറേണ്ടവര് എന്ത് ചെയ്യാ, മറ്റേ ഇവിടെ കൊണ്ടുവയ്ക്കുക ഗ്യാങ് ഗാരേജ്, മറ്റേ നമ്മുടെ ഇതില്ലേ ഗാരേജ്, അവിടുത്തെ ലോക്കറിൽ പേഴ്സണൽ ഗാരേജ് വെച്ചിരുന്നാൽ മതി, വന്നിട്ട് മേടിച്ചോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കോള് വരുവാണ്, കത്തിച്ച് സാധനം മൊത്തം പോയി എന്ന് പറഞ്ഞിട്ട് വരുവാണ്. അപ്പൊ കാര്യം എന്ന് വെച്ചപ്പോ ഇതാണ് ഇഷ്യൂ. അപ്പൊ നമ്മളിപ്പോ സിറ്റി കയറിയപ്പോഴത്തേക്കും ഇവര് സിറ്റുവേഷൻ ചോദിച്ചാൽ പറയുന്നു ഇവര് തമ്മിൽ നമ്മുടെ ഈ ലീജിയൻ സ്കോറിനോട് വെച്ച് ഫിറ്റിങ്ങിനോട് വെച്ച് പോണയായി. ലാസ്റ്റ് ഇവര് അവനെ കത്തിക്കുകയാണ് ചെയ്തത്. കത്തിച്ച് സാധനം എല്ലാം പോയി, സാധനം മൊത്തം പോയി. ഓക്കെ ബ്രോ, അപ്പൊ നിങ്ങൾ സാധനമാണ് വേണ്ടത് അല്ലേ? സിറ്റുവേഷനെ നമ്മളിപ്പോ അത് നമുക്ക് അവിടെ വെച്ച് അടിച്ച് തീർക്കായിരുന്നല്ലോ ബ്രോ. ഇത് ശരിയാ ബ്രോ. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങള് നമ്മള് ഇതുപോലെ നമ്മുടെ അതിനകത്തുനിന്ന് ആൾക്കാർ വന്ന് ഇതാക്കുമ്പോഴത്തേന് ഷോക്കാണ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഹാർഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതെടുക്കണ്ടാന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി. നമുക്ക് നമ്മളെ സാധനം തരാം. ലൈക്ക് ഇന്ന് ഗാങ്ങിന്റെ ഇതിന്റെ ഇതുണ്ട്, കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഗാങ് ഫണ്ട് കളക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനം തന്നേക്കാം. എന്തായാലും ഞങ്ങൾ ഇവരെ രണ്ടുപേരും ടിവിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. കാരണം നമ്മുടെ ഗാങ് ലീഡറും കോ ലീഡറും പറയുന്നത് അനുസരിക്കാൻ പറ്റാത്തവരും നമ്മുടെ കൂട്ടത്തിൽ. നമ്മള് പണ്ട് KV നമ്മളെ കണ്ണാപ്പിന് ഹോസ്റ്റേജ് ആയിട്ടുണ്ടോ കണ്ണാപ്പി ഇങ്ങനെ അല്ലേ?
അതെങ്ങനെയല്ല അതൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇപ്പം ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞ അവരെയൊക്കെ കളിയാക്കി കളിയാക്കി ഊക്കിയൊക്കെ നിൽക്കുവായിരുന്നു. സാധാരണ അവനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ അതെന്താ കണ്ണാപ്പി അങ്ങനെയായിരുന്നു. സാറാറായോണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ദേഷ്യം. അറിയാൻ വയ്യ. ഇത് കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം. വെയിറ്റ് കണ്ണാപ്പി ബോബോ ഇത് 600 കൊടുത്ത് ഞങ്ങൾ സോൾവ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഗ്രൈൻഡിംഗ് ടാർഗറ്റ് 3000 ആണ് രണ്ടുപേർക്കും. നാളെ നമ്മളെ സിറ്റുവേഷൻ അല്ലണ്ണാ. എനിക്കറിയണ്ട. അതൊക്കെ ഗ്യാങ് ഹൗസിൽ ചെന്ന് സംസാരിക്കും. ഇവിടെ നിന്ന് സംസാരിക്കണം. അതൊക്കെ ഗ്യാങ് ഹൗസിൽ ചെന്നിട്ട് അല്ല വാസു ഈ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യല്ലോ കേട്ടാ. ഇത് നല്ല സുഖമാണ്. ഇത് കൊള്ളാം. സൂപ്പർ അഭിനയം. കുഴപ്പമില്ല. കൊടുക്ക 600 കൊടുക്കാം. ഒരു സീനില്ല. പൈസ ഇപ്പൊ കൊടുക്കാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഒരു 100 എന്റെ ഉണ്ട്. ഞാൻ കൊടുത്തോളാം. ഫുൾ ഉണ്ടോ? എന്റെ 500 ഇപ്പൊ കയ്യിലുള്ളത്. ഞാൻ കൊടുത്തോളാം. എന്നാ കൊടുക്കുക. 600 വെച്ചല്ലേ രണ്ടെണ്ണം? 600. ഐഡിയ ഒന്ന് പറയോ? എന്താ ബ്രോ? ID 351 ബ്രോ. 351. ഒരു മിനിറ്റ് വന്നോ? 600 മാവ് കിട്ടി. വന്നോ? കിട്ടി. ഓക്കെ അവരെ ഒന്ന് ഹോസ്റ്റലിൽ ഒന്ന് റിലീസ് ആക്കണം. അവരെ വിട്ടെടുത്തോളാം. ഇഷ്ടപ്പെട്ടോ അവിടെയൊക്കെ? ഇത് കഴിഞ്ഞ് എടുക്കാം. സൂപ്പർ. എന്നാലും സരക്കെ മറ്റേ 600 ഇതിന് വേണ്ടിട്ടേ വേറൊരുത്തന്റെ ഗ്യാങ് ഹൗസിൽ വന്ന് ഗ്യാങ് ഡ്രസ് ഇട്ട് മുട്ടുകുത്തി ഇരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. അതൊരു പ്രത്യേക മനസ്സായിരുന്നു. നല്ല ഗ്യാങ് റെപ്യൂട്ടേഷൻ. നമ്മുടെ ഗ്യാങ് റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ. നമ്മുടെ ഗ്യാങ് യൂണിഫോം ഇട്ട് വേറൊരുത്തന്റെ മുമ്പിൽ ചെന്ന് തലയും കുനിച്ചിരിക്കാൻ കാണിച്ച ആ മനസ്സ്. കഷ്ടപ്പെട്ടാണ് ഗ്രൈൻഡ് ആക്കുന്നത്. ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്ര പറ. എവിടെ? കണ്ണാപ്പിയും ബോബോയും ഹോസ്റ്റേജ് ആയിരുന്നു. അറിഞ്ഞില്ല നീ? ഹോസ്റ്റേജാ? SRR ഹോസ്റ്റേജ് ആയി കൊണ്ടുപോയി. കണ്ണാപ്പിനെയാ? കണ്ണാപ്പിനെയും അവിടെ ചെന്നിട്ട് ഇപ്പൊ എനിക്ക് 600 ഇതും അതും കൊടുത്തിട്ട് വരേണ്ട വന്നു. ബോബോയ് മുങ്ങി. തന്നെ തന്തയില്ലായ്മ. ബോബോയും കണ്ണാപ്പിയും എന്താ ഇത് കണക്ട് ചെയ്യാത്ത? സാധനം എടുക്കാൻ പോണെന്ന് മുതുക്കി പോണെന്ന്. ഓ നമ്മള് കൊടുത്തത് മേടിക്കണ്ടേ? ഏതാണ്? എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഹോസ്റ്റേജായിട്ട് അവിടെ പോയി ഇരുന്നിട്ട് തലകുത്തി കുനിഞ്ഞിരുന്നിട്ട് എടാ നീ ആലോചിച്ച് നോക്കിയേ. SRR ആയോണ്ടാണ് എനിക്കത് പൊളിയാൻ ഞാൻ സത്യം പറഞ്ഞ. SRRലെ കുറച്ച് ആൾക്കാരെ എനിക്ക് നല്ല രീതിയിൽ ഇപ്പൊ പരിചയം ഉള്ളതുകൊണ്ട് സംസാരിച്ച് നിൽക്കുന്നതുകൊണ്ടും കുറെ പേര് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ RP ഒക്കെ ട്രൈ ചെയ്യുന്ന കുറെ ആൾക്കാർ ഉള്ളതുകൊണ്ട് മാത്രം. ഞാനിപ്പോ ലീഡർ കോ ലീഡർ എന്നുള്ള നമ്മൾ രണ്ടുപേര് നമ്മളവിടെ ഓക്കെ അഭിനയോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഒരു ഗ്യാങ് മെമ്പറിനെ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? അത് മിണ്ടായിരുന്നു കേൾക്കേണ്ട വന്ന് അവിടെ ചെന്നിട്ട്. എന്നിട്ട് ഇപ്പൊ നമ്മൾ കൊടുത്ത സാധനം അവന്മാര് തിരിച്ചു മേടിക്കാൻ പോയത് അവരുടെ നിന്ന്. ഞങ്ങൾ ചെന്നപ്പോ ഹോസ്റ്റേജ് ആയിട്ട് മറ്റേ കുനിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇട്ട്. അണ്ണാ ഇത് ഡിസ്മിസ് ഇത് അണ്ണാ ഇത് സസ്പെൻഷൻ കൊടുക്കണം. സത്യം കൊടുക്കണം. എമ്മര് പാട വയ്ക്കണം. ഞാൻ ഒന്ന് വിളിക്കട്ടെ. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഉണ്ടാക്കി വെച്ച ഒരു സിറ്റുവേഷൻ, അത് ഉണ്ടാക്കി വെച്ചവര് ഇവിടെ വന്ന് രണ്ടുപേര് ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് മതി ബാക്കി ഇവിടുന്ന് തുടങ്ങുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അത് പറഞ്ഞതിന് ശേഷം കേട്ടിട്ട് എന്തുവാണേലും എനിക്ക് പറയാനുള്ള ഡിസിഷൻ അത് ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കും. അത് അനുസരിച്ച് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി. ഇത് എനിക്കിനി റിപ്പീറ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്തൊന്നും വരാൻ പാടില്ല. കണ്ണാപ്പിയും ബോബോയും ഇപ്പോൾ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി. ഹലോ പറഞ്ഞോ.
അണ്ണാ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയല്ലാണ്. അവൻ വന്ന് വണ്ടി വിറ്റിയപ്പോഴത്തേക്ക് ഉണ്ടായ സിറ്റുവേഷൻ ആണ്. അവൻ വന്ന് വണ്ടി വിറ്റിയപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ ആണ്. ആ സാധാരണ ഉണ്ടാക്കിയല്ല. സാധാരണ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ നമ്മളെല്ലാം കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് വരാൻ എന്താണ് ബുദ്ധിമുട്ട്? പിന്നെ നിങ്ങൾ തിരിച്ചു പോയല്ലോ രണ്ടുപേരും, അതെന്തിനായിരുന്നു? ഇല്ല തിരിച്ചൊന്നും പോയില്ല. അവരാണ് വിടത്തില്ല, ആദ്യം വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് വന്നായിരുന്നല്ലോ. ഞങ്ങളുടെ വന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോയെന്തിനാ? തിരിച്ചു പോയില്ല. അത് വണ്ടി എടുക്കാനായിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. നമ്മള് പറഞ്ഞു സരക്കണം പറഞ്ഞു കയറാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കയറിയായിരുന്നു. ഹലോ ഹലോ ആ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തടാ. പറഞ്ഞോട്ടാ. ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു. അപ്പൊ ഇവൻ എന്തോ അവരുടെ വണ്ടി എന്തോ പിറ്റ് ചെയ്ത് എന്നിട്ട് ഇവനായിട്ട് ചേസ് ആയിരുന്നു. അപ്പൊ ഞാനും പകുതി വെച്ച് കയറി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ സാറില് ആ ടൈമിൽ എന്തോ ഒരാളെന്തോ ഉള്ളായിരുന്നു തോന്നുന്നു സാറില്. ഒരാൾ നിന്ന് രണ്ടുപേരെ ഹോസ്റ്റൽ എടുത്ത് അല്ലല്ലോ 1-2 പേരെ ഉള്ള ആ ടൈമില്. അപ്പഴത്തേക്ക് നമ്മള് അവിടെ കൊറേ നേരം പിറ്റിംഗ് ആയിട്ട് നമ്മൾ അവന്മാർ ടയറിനിട്ട് വെടി വെച്ച്. അല്ല എത്ര നാളായിട്ട് ഗ്യാങ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് സാധാരണ? അല്ല ഗ്യാങ് ഡ്രസ് ഇട്ട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾ രണ്ടും മറ്റേ സിറ്റിയിലെ മറ്റേ ഇമോർട്ടൽസ് ആണോ? അതായത് നിങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ കോള് തരാൻ എന്താടാ റേഡിയോ കളക്ട് ചെയ്ത കോള് ഞങ്ങളുടെ മുമ്പായിരിക്കുന്നു. ഞങ്ങളുടെ ബാക്കി ടിവിയിലെ ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ മുമ്പായിരിക്കുവാണോ? ഇങ്ങോട്ട് വരുമായിരുന്നാ. നീയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചോദിക്കാനും കണ്ടവന്റെ വായിരിക്കുന്ന കൊട്ടനെ കേൾക്കാനും മാത്രമാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ? ഞങ്ങളിവിടെ മുമ്പാനല്ലേ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുന്നത്? ലീഡേഴ്സും കോ ലീഡേഴ്സും ഒക്കെ എന്തിരിക്കുന്നു ഇവിടെ? നിനക്കൊക്കെ കണ്ട പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് മറ്റേ കയറി അങ്ങ് പോകാനാണെങ്കിൽ റേഡിയോയിൽ കോൾ പറയണമായിരുന്നു. നിനക്കൊക്കെ അത്ര നേരം സംസാരിക്കുന്ന സമയത്ത് റേഡിയോ ഒരു ബട്ടൺ ഞെക്കി റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് കോൾ പറയാൻ പറ്റത്തില്ലായിരുന്നു SRR സിറ്റുവേഷൻ ആയെന്ന്? ഇങ്ങനല്ലല്ലോ നീയൊക്കെ. ഒരു ചെറിയ അടിയോ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ വണ്ടിയിലൊന്നും വന്ന് പിറ്റ് ചെയ്താലോ ഉടനെ ചൊറിയായിട്ടുണ്ട് അണ്ണാ നമ്മളിതാ ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ് ലൊക്കേഷൻ പറയുമല്ലോ. എന്താ ഇന്ന് പറയാഞ്ഞ്? അതാ എന്റെ ചോദ്യം. പെട്ടെന്ന് ഉണ്ടായ സിറ്റുവേഷൻ കണ്ണാപ്പി. ഈ സിറ്റിയിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറയട്ടെ, റേഡിയോയുടെ കാര്യം ഓർത്തില്ല കണ്ണാപ്പി. ഞാൻ നിന്റെ അടുത്ത് ക്ലിയർ കട്ട് ആയിട്ടൊരു കാര്യം പറയാം. ഈ സിറ്റിയിൽ ടിവിയുടെ 60% വാർ അല്ലെങ്കിൽ 50% വാർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 50% വാറും നീ ഉണ്ടാക്കി വെച്ചതായിരിക്കും. ഇതിനൊക്കെ നീ കറക്റ്റ് ആയിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ 50% ഇതിനു വേണ്ടി നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ വന്നിട്ടുമുണ്ട്. നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്യാങ് ഡ്രസ് ഇട്ട് തോക്കും എടുത്ത് അവന്മാരുടെ അടുത്ത് പോയി കൊണ പറഞ്ഞിട്ടുണ്ട്. അവന്മാരുടെ വായിരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വട്ടം പോലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. നീ എടുത്തൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല. അപ്പം തിരിച്ചാ റെസ്പെക്ട് ഞങ്ങൾക്കും കിട്ടണം. നമ്മള് റേഡിയോ കണക്ട് ചെയ്യാൻ വിട്ടുപോയി. നല്ല റീസൺ. ഒരു കാര്യം പറയട്ടെ, ബോബോയ്ക്ക് ഞാൻ ലാസ്റ്റ് ഒരു ചാൻസ് തരാം. കള്ളം പറയണെങ്കിൽ ഇപ്പൊ പറ. അല്ല കള്ളല്ല അല്ലേ? കാര്യം സീരിയസ് നമുക്ക് കാര്യം പറയട്ടെ. നിങ്ങളത് ഇപ്പൊ നിങ്ങളത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ ചോദിച്ചാണ്. അപ്പൊ ഇത് മനസ്സിലായി. എനിക്ക് നിങ്ങളത്തുള്ള ഒരു ഇതിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് കള്ളോട് പറഞ്ഞത് എനിക്കറിയാം, മനസ്സിലായ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പൊ നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ ഇനി നിക്കത്തില്ല കൂടെ, അത്രേ ഉള്ളൂ. ശരി, വാസ് എന്താ വെച്ചാ പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കട്ടെ, റേഡിയോ എന്ത് കണക്ട് ചെയ്യാത്ത കാര്യം? കാരണം തിരിച്ചു വരുമായിരുന്നു. ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന വഴിയായിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്തൊന്നും റേഡിയോ കേറിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കയറാനുള്ള ഒരു ഇതും ആ ടൈമിൽ വന്നില്ല. അതുകൊണ്ട് സീരിയസ് ആണെങ്കിൽ നമുക്ക് അന്നാണ് ഒരു കാര്യം സിറ്റുവേഷൻ എടുക്കാം. SRR സിറ്റുവേഷൻ എടുക്കാം. നമ്മുടെ മുമ്പ് വെച്ച് അത്രയും ഞാനതാണ് ചോദിച്ചത്. സിറ്റുവേഷൻ എടുക്കാനായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടേ? ഇപ്പം നിന്നെയൊക്കെ കൊണ്ട് മുട്ടയിൽ ഇരുത്തുന്നുണ്ടല്ലോ അവിടെ. നാണം ഇല്ലേ നിനക്കൊന്നും? അയ്യേ, സിറ്റുവേഷൻ നമുക്ക് ഗ്യാങ് ഫണ്ട് കളക്ഷൻ നാളത്തേക്ക് സിറ്റുവേഷൻ എടുക്കാം. നിന്നെയൊക്കെ മുട്ടയിൽ ഇരുത്തിയല്ലോ. അടിച്ചിട്ട് രണ്ടുമാരോടെ കൊണ്ടിരുത്താം. തിരിച്ച് പറയാനുള്ള കൊണയൊക്കെ രണ്ടുപേരെ ഹോസ്റ്റൽ അടിക്കും. ഇവിടെ കൊണ്ടു നിർത്ത്. ബാക്കി എന്നിട്ട് അമ്മമാരെ നമുക്ക് ടോർച്ചർ ചെയ്യാം. കക്കൂസ് കഴിപ്പിക്കുക, എന്തോ വെച്ചാൽ ചെയ്യിപ്പിക്കാം. കൊണ്ടുപോകാം. ഗ്യാങ് ഹൗസ് എനിക്ക് ഫണ്ട് വേണ്ട. ഗ്യാങ് ഫണ്ട് വേണ്ട. പോയി ഇതെടുത്തിട്ടോ. പോയി എടുത്തിട്ടോ. ഹോസ്റ്റൽ എടുത്തിട്ടോ.
അല്ല അമ്മയുടെ സിറ്റുവേഷൻ തുടങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അമ്മരെ തീർക്കണമല്ല. അവർ ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണ്. അവർ ഓൾറെഡി സിറ്റുവേഷനിലാണോടാ സരക്കെ? അല്ലടാ അങ്ങനെയല്ലടാ അമ്മരെ ഇതിപ്പോ ഈ സിറ്റുവേഷൻ അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മരെ തീർക്കണമല്ല അത്. വേറെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റും. അല്ലാണ്ട് അമ്മർക്ക് നമ്മുടെ സെർവറിന്റെ ഓഡിൽസ് വേണ്ടി എടുത്ത് പോണാരാ പോകാൻ പറ്റില്ല വേണ്ടി എടുത്തോണ്ട്. സത്യം അവന്മാര് ഒന്നും ചെയ്തിട്ടില്ല. അവന്മാര് നമ്മളൊന്നും ചേർപ്പിച്ചിട്ടില്ല. അവന്മാര് മര്യാദക്ക് കാര്യം പറഞ്ഞ ഡീസന്റ് ആക്കി പറഞ്ഞ അമ്മയുടെ അടുത്ത് അവന്മാര് മറ്റേ ഇങ്ങനെ ചെയ്യുന്നത് കിടിലാണെന്നൊരു തോട്ട്. അതാണ് സംഭവം. മനസ്സിലായി? ഇങ്ങനെ ചെയ്താൽ വലിയ കിടിലായി. നമ്മളെയൊക്കെ പറ്റിച്ചെന്നുള്ളൊരു നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലാണ് വിചാരം. ഒന്നും പറയില്ല. ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് സാധനം നമ്മളെ ഇല്ലെങ്കിൽ ഉണ്ടെന്നെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇതിനെ പിന്നെ ഒരു ഇതുണ്ടായത്. കാര്യം ഒന്നും പറയാതെ ലാസ്റ്റ് മിനിറ്റ് കയറി ഒന്ന് അമ്മമാരെ എനിക്ക് അറിഞ്ഞൂടാ. അല്ലടാ ചന്ദ്ര, നമ്മളിത് പോയിട്ട് വെറുതെ സാറുടെ സിറ്റുവേഷൻ എടുക്കുന്ന ഷോ കൊണ്ടാ. എടാ അമ്മര് വേറെ സിറ്റുവേഷനില്ല. തിരിച്ചു വന്നേ ട്രിക്കി പപ്പടം. ഞാൻ പറയണ കേക്ക്. നമുക്കൊരു മര്യാദയുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്കറിയാം എന്തോ കാര്യം എന്ന്. അതുകൊണ്ട് നേരെ തിരിച്ചു വന്നേ. വേണ്ട, വാ തിരിച്ചു വാ. അമ്മര് ഇന്നലെ തൊട്ടേ SRR എൽഫയർ ഇന്നലെ തൊട്ടേ ഹോൾഡിലൊക്കെ ആയി ആകെ റീ എൻട്രി ഒക്കെ ആയിട്ട് ഇതാക്കിയതാണ്. വേണ്ട, വാ. എടാ സരക്കെ ബാബു, നമുക്കൊരു അർജന്റായിട്ട് സ്ഥലം വരെ പോണം. ഒന്നൊരു അണ്ണാ എവിടെ ഉണ്ട്? ഞാനിവിടെ കേസിന്റെ കാര്യമായിട്ട് നിക്കണേ. എന്തിന്? നമുക്കൊന്ന് കാണാമായിരുന്നണ്ണാ. എന്തിന്? എനിക്കും പോയി അണ്ണനെ എന്ന് കാര്യം എന്ത്? ഞാൻ ചേർന്നിക്കാം. കൊറേ സംസാരിക്കാനാണ്. ഓക്കെ, അങ്ങോട്ട് വരാം. എവിടെ നമ്മളെങ്ങോട്ട് വരണ? നമ്മളെങ്ങോട്ട് വരാ? ഞാൻ ലൊക്കേഷൻ പറയാം, അങ്ങോട്ട് വന്നാൽ മതി. ആ ശരി സരക്കെ ബാബാ. ഇന്നത്തെ ദിവസം പോയേട്ടാ. വിജയം വന്നു. ഞാൻ അപ്പുറത്തോട്ട് ഇരിക്കാം. വാ. മുള്ളി അമ്മ കഷ്ടപ്പെട്ട് BGM എടുത്തോണ്ട് നമുക്ക് പാട്ടോട്ട് വരുന്നുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് വരുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയി വിളിക്കണം. അതിനാണ് നിൽക്കുന്നത്. മനസ്സിലായത്? വരുന്നുണ്ട്. അണ്ണാ അണ്ണനിപ്പോ പണ്ടത്തെ പോലെ ഒന്ന് പറഞ്ഞ രണ്ടു പറഞ്ഞ നമ്മളോട് ചൂടാവുക. നമ്മളോടെ ദേഷ്യാണോ അണ്ണാ? പിള്ളേരല്ലേ നമ്മള്? പിള്ളേരാ വലിയ തെറ്റൊക്കെ ചെയ്യില്ല. അണ്ണന്മാര് വേണ്ട അണ്ണ ക്ഷമിച്ചു തരാൻ. നിങ്ങളിങ്ങനെ തുടങ്ങിയ പിന്നെ നമ്മളൊക്കെ ആരുണ്ടണ്ണ? നമ്മളൊറ്റയ്ക്കല്ലേ? നമ്മളൊന്നും ഒറ്റയ്ക്കാണല്ലോ. രണ്ടുപേരില്ലേ നിങ്ങള്? അതാണ് നീയൊക്കെ രണ്ട് താമര അങ്ങനെ ഒറ്റയ്ക്കാവോ? അതങ്ങനെ ഒറ്റയ്ക്കാവോ? നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണെന്നാണ് ഉദ്ദേശിച്ചത്? അണ്ണാ നമ്മള് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണമെന്നല്ല അണ്ണാ. സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് സന്തോഷം കാരണം ഇന്ന് വരെ ഉറങ്ങിയിട്ടേ ഇല്ല. സന്തോഷത്തിന്റെ ഇതില് ബാക്കി നമ്മള് അങ്ങനെ ഒന്നും ആവുമെന്ന് പ്രതീക്ഷയില്ല. നമ്മൾ അങ്ങനെ ആവുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് അണ്ണൻ അറിയാലോ. അണ്ണന് വിഷമായെന്ന് പറഞ്ഞ ഞങ്ങൾ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇതുവരെ ആരും വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതൊരു സിറ്റുവേഷൻ എടുത്തിട്ടില്ല. ഓ ഇല്ല 4 വർഷമായി. 4 വർഷമായി. വലിയ ഓർമ്മ ഉണ്ടോ? ഒരു ഇവന്മാരുടെ അടുത്ത് ഒരു സിറ്റുവേഷൻ 1 വർഷമാണ് ആഘോഷിച്ചത്. ആരെയും മനഃപൂർവ്വം നമ്മൾ നോക്കണമെന്ന് കരുതിയല്ല നമ്മള് ചെയ്ത് കൂട്ടിയത്. പറ്റിപ്പോയണ്ണ, ചെയ്തത് ഇങ്ങനെ പോയണ്ണ. നമ്മുടെ തലവര എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്താലും അത് അവസാനം ചെന്നൊരു പ്രശ്നത്തില് തീരുവണ്ണ. നമുക്ക് നമ്മൾ എന്ത് തൊട്ടാലും അണ്ണ അത് അവസാനം ഇങ്ങനെ ആവുകയാണല്ലോ അണ്ണ. സത്യം പറഞ്ഞ ഇതുപോലെ ഞാനൊന്ന് കരഞ്ഞ ദിവസം വേറെ അടുത്തൊന്നും ഇല്ല.
അത്രയ്ക്ക് വിഷമമായപ്പോണ, അത്രയ്ക്ക് വിഷമമായിപ്പോയി. പിന്നെ ഇന്നലത്തെ സിറ്റുവേഷൻ കൊണ്ട് കൊറേ മനസ്സിലായണ്ണ. എന്ത് മനസ്സിലായി? അല്ലണ്ണ, നമ്മളെ കൊറേ ഇത് ചെയ്തിരുന്നവരുണ്ടല്ലോ അണ്ണ, അവരൊക്കെ അവരൊക്കെ നേരെ മറ്റേ ഒരു പരിചയം ഇല്ലാത്ത പോലെയൊക്കെയാണ് നമ്മളെ മറ്റേ എന്തൊക്കെയായിരുന്നു നമ്മൾ പറയുന്നത് അറിയോ? എന്തൊക്കെ ഒരു തെറ്റ് നമ്മളിപ്പോ 100 നല്ല കാര്യം ചെയ്താലും ഒരു തെറ്റ് മതി അണ്ണാ. ഒരു തെറ്റ് മതിയാണ്, ഒരു തെറ്റ് മതി. മേളിന്ന് താഴെയാണ്, താഴെ പാപം വള്ളി പാപം. അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ എന്താണ് പിള്ളേരല്ലേ ആസു? പാപം വള്ളി പാപം. അവര് കൊടുക്കണ്ട, നമ്മൾ ചെയ്ത തെറ്റ്. മനുഷ്യൻ മാറ്റണ്ട, കുഴപ്പമില്ല. ബാക്കി പക്ഷെ ക്ഷമിച്ചെന്ന് പറഞ്ഞും കൂടെ വിട്ടേക്കാം. അപ്പൊ ചെയ്ത തെറ്റാന്ന് മനസ്സിലായി. തെറ്റാണ്. അല്ല ഈ ഒരു പഠിച്ചു തുടങ്ങിയല്ലേ? അല്ല ഒരു തെറ്റെന്ന് നീ പറയണതുണ്ടല്ലോ, അത് അപ്പം ഞാൻ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ എന്റെ ആരോട് ഒന്ന് പറഞ്ഞോട്ടെ? അല്ല പറയണോ അത്? അല്ല ബിജി ഇടാൻ പോയത് എപ്പോ വരും? ബിജി ഇടാൻ പോയതാണ്. എനിക്ക് ബിജിഎം ഒന്നും വേണമെന്നില്ല അത് പറയാൻ. അല്ല എനിക്ക് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ബിജു. അതെ, ഞാൻ എടുത്തിട്ട് വരാണ്. എടുത്തിട്ട് വരാണ് വീട്ടിൽ. ഇതെന്താ ഇവളെന്തിന് ഇവിടെ പറയണേ? അവളെന്ത് പറഞ്ഞേ? All girls are not same bro. I understand that may you are going through something worse. ഇവിടെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ അത് അവള് പറഞ്ഞൊന്നും അറിയത്തില്ല. കിട്ടി എന്ത്? എനിക്ക് നിന്റെ മറ്റേ ബിജിഎം ഒന്നും വേണ്ട, മനസ്സിലായ? ഞാൻ പറയാനുള്ള കാര്യം അങ്ങ് പറയും. നിന്റെ ഒന്നും പോലെ മറ്റേ വള്ളി പിടിച്ച് നടന്നൊന്നും അല്ല ഞാൻ അന്തസ്സായിട്ട് എല്ലാരെയും ഒരു ഗ്യാങ് കൊണ്ടുവന്ന് എല്ലാവരെയും ഇതായിട്ട് കൊണ്ട് നടക്കുമ്പം ആ ഗ്യാങ് ഒരിടത്ത് എത്തിച്ചു വെക്കുമ്പോൾ ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. എന്റെ ഗ്യാങ് ഡ്രസ്, എന്റെ ഗ്യാങ്, എന്റെ ചുറ്റുമുള്ളവര്, എനിക്കൊരു സ്ട്രെങ്ത്. അത് ആ സ്ട്രെങ്ത് ബാക്കിയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് കാണുമ്പോൾ എനിക്കത് വിഷമമാണ്. നിനക്കൊക്കെ വിഷമമായതിന്റെ 2 ഇരട്ടി വിഷമമായി നിന്നെയൊക്കെ മുട്ടയിൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ആസ് എ ലീഡർ എന്നുള്ള എനിക്കത് അതിന്റെ 2 ഇരട്ടി വിഷമമായി. നിന്നെയൊക്കെ 2 എണ്ണത്തിന് എന്റെ മുമ്പിലിട്ട് തല്ലുമ്പോ ഒന്നും ചോദിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ലീഡറിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ചിന്തിച്ചില്ല. നിങ്ങൾക്ക് വിഷമാകുന്നതിന്റെ 2 ഇരട്ടി വിഷമമായി എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നും ഇതാക്കണം, ഞങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട ഗതികേട് വന്നു. അതുകൊണ്ടാണ് അത്ര ഹാർഷായിട്ടൊരു ഡിസിഷൻ ഞാൻ എടുത്തത്. ഇല്ല നമ്മള് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ന്യായീകരിച്ചിട്ടില്ലല്ലോ. നമുക്കിത് അത് ശരി വിഷമമാണ്. അത് അണ്ണനോട് തുറന്ന് സംസാരിക്കണം. ഇന്നലെയാണ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റൂലായിരുന്നു അണ്ണനെ. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും സംസാരിക്കത്തില്ലേ? അത്രയൊക്കെ പറഞ്ഞിട്ട് അണ്ണന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞെന്നുള്ള ഒരു ഇത് നമ്മുടെ ഉണ്ടായിരുന്ന ഭയങ്കര കുറ്റബോധമായിരുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി പോയി കഴിഞ്ഞാൽ പോലും ഞാൻ സരക്കണ്ണോടോ അണ്ണനോടോ ആരോടും വന്ന് സംസാരിക്കണ്ട. ഇത് ആരോടും ഞാൻ സംസാരിച്ചില്ല. സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ, അത്രക്ക് വിഷമമായ നമ്മൾ ഇത്ര നാള് ഒരു ചെയ്തപ്പോഴത്തേക്ക് അവര് നമ്മളെ എന്തൊക്കെ ചെയ്യുന്നത് ഇന്നലെയാണ് മനസ്സിലായത്. ആര് തന്നെ എന്ത് ചെയ്ത്? അല്ല വേറെ ആരും ചെയ്തില്ല. അറിയുന്ന കുറച്ചുപേരാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളതാ? അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള സിറ്റിയിലുള്ള നിങ്ങൾ നമ്മളെ എന്തിനു പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ നന്നാൻ വേണ്ടിട്ടാണോ ചെയ്യുന്നത് നമുക്കറിയാം. അതൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഞാൻ പറയണത്, നിങ്ങൾ പറയണത് ഓഡിയൻസിന്റെ കാര്യമാണോ? എടാ നമ്മളെ പോലെ 3-4 വർഷമായിട്ട് ഇതും കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് ഈ സെയിം ഇമോഷനാണ് ഈ പേരിനോടും ഗ്യാങ് ഡ്രസ്സിനോടും എല്ലാത്തിനോടും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് നീയെന്നല്ല, ആര് ചെയ്താലും അവരതങ്ങനെ പറയത്തുള്ളൂ.
നമ്മൾ ഏത് സമയം ലൈവ് ഇട്ടാ മറ്റേ നോട്ടിഫിക്കേഷൻ കണ്ട് ഓടി വന്ന് കാണാനിരിക്കുന്നവർക്ക് ആ വില നമ്മൾ കൊടുക്കണ്ടേ? അപ്പം അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു ഹെൽത്തി കാര്യം അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അണ്ണാ അല്ലടാ healthy അല്ല, ചില- പറഞ്ഞതല്ല, അണ്ണാ, 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 healthy അങ്ങനെ പറഞ്ഞതല്ല അണ്ണാ പറഞ്ഞത്. അണ്ണാ, പറഞ്ഞ ചില രീതികളുണ്ടണ്ണാ. ഞാൻ പറഞ്ഞേക്ക്, ഒരു തെറ്റ് എന്ന് പറയണത് ഒരു വലിയ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഒരു തെറ്റെന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അവർ പറയണത് അത്രയ്ക്ക് വലിയ നിങ്ങളെ ഇഷ്ടമല്ലാത്തോണ്ടൊന്നും അല്ല. നിങ്ങൾ അത്ര ഇഷ്ടമുള്ള രണ്ടുപേരത് ചെയ്തുകൊണ്ടാണ് അവർക്കും ഹേർട്ടായത്, ഞങ്ങൾക്കും ഹേർട്ടായത്. അണ്ണാ അവര് നോർമലി പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല അണ്ണാ. ഇത് ചില രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ് കുറെ പേര് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പം മുതലെടുക്കാൻ ഫാൻസ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരും. അവരൊന്നും ആയിരിക്കത്തില്ല. നിനക്ക് നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്ക് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത് അവർക്ക് ഡീപ്പ് ഇമോഷൻസ് ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ ഒരു ഇമോഷൻസിന്റെ പുറത്ത് പറഞ്ഞതാവാം, അല്ലാത്തവര് ചിലപ്പോ ദേഷ്യം വന്നതിന്റെ പുറത്ത് പറഞ്ഞതാവാം. ചിലവര് ഈ സിറ്റുവേഷൻ മുതലെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് മുതലെടുത്തവരെ കുറിച്ചാണ് അല്ല നമ്മള് മറ്റേ കുറിച്ചല്ല. അവരെന്തിനാ കൺസേൺ ചെയ്യുന്നേ? അവരെ ഇഗ്നോർ ആക്കി വിടും. നമ്മൾ ആ സമയത്ത് നിങ്ങൾക്കും അത്ര വിഷമമായി, നമ്മളും അത്ര വിഷമിച്ചിരിക്കുമ്പോ നമുക്ക് അത് കാണുമ്പോ പറ്റുന്നില്ലായിരുന്നു അണ്ണാ. അതാണ് ആ സമയത്ത് അതാണ് ആ സമയത്ത് ഇത് പോട്ടെ, അതിനി ആലോചിക്കണ്ട. ചെയ്ത തെറ്റാണ്. അതിന്റെ പേരിൽ ഞാൻ എന്തായാലും സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യത്തില്ല. അത് ഞാൻ എനിക്ക് എന്റെ ഗ്യാങ്ങിനോടും എന്റെ ഗ്യാങ് ഡ്രസ്സിനോടും ഉള്ള റെസ്പെക്ട് അതാണ്. അതിനി നീയല്ല നാളെ വേറൊരുത്തം വന്ന് ഇത് ചെയ്യാൻ പാടില്ല. എന്റെ മുമ്പിൽ എന്റെ കൂട്ടത്തിൽ അത് ചെയ്യാൻ പാടില്ല. അത് എന്നും ഉണ്ടാവണം. ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനോടുള്ള ബഹുമാനം എന്നും ഉണ്ടാവണം നിനക്ക്. അത് നമ്മള് മറ്റേ കണ്ടവന്മാരെ പോലെ വെറുതെ തോക്കും എടുത്ത് മറ്റേ ഹുഡിൻ ഡിസൈൻ ചെയ്ത് ഇറക്കിയതല്ലത്. ഇതിലേക്ക് വരെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ റെസ്പെക്ട് എനിക്ക് എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തൊന്നും കിട്ടണം. ചെയ്തത് തെറ്റ് പോട്ടെ, അതെനിക്ക് മനസ്സിലായി. അത് നിങ്ങളും വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ല, അത് അങ്ങനെ പോട്ടെ. പക്ഷെ അത് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഐഡി 366. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇടാം നമ്മൾ ആ പീസിന്റെ അകത്ത് നമ്മൾ നേരെ അകത്തോട്ട് പോയിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞ കേട്ടാ മനസ്സിലായണ അത് സൂപ്പർ ആയിരിക്കുമല്ലേ? നമ്മൾ പെട്ടെന്ന് ക്യാരക്ടേഴ്സായി മാറും. അവനെ വിളിക്കുന്നത് കല്ലിപ്പാവൂലേ? അപ്പൊ എന്റെ 19 കോടി കോടീശ്വരൻ 10,000 മാവോ? 10,000 തുളസിയോ? അണ്ണാ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അണ്ണാ. നമ്മള് സിറ്റിയിൽ ഉണ്ടാക്കിയ വണ്ടിയും എല്ലാം വിറ്റ് പറക്കി നമ്മള് മേടിച്ച എണ്ണ. ഇത്ര നാളെ ഉണ്ടാക്കിയ എല്ലാം ഒരു ഫോർച്യൂണർ ഒരു കൊറോട്ട ഇതെല്ലാം വിറ്റ. ഇനി നിങ്ങൾക്ക് വിഷമായെന്ന് അത്രയ്ക്ക് മനസ്സിലായി. ഈ ഡൗൺ ടൈം കൊറേ പേര് സാധിച്ചെണ്ണ. അതില്ലെന്ന് പറയാൻ കൊറേ പേര് കൊറേ പിള്ളേര് അവരെ മനസ്സിലാക്കിയെണ്ണ. 10,000 അമ്മ ആദ്യം അമ്മമാരുടെ 300 മാവും 300 ഇതും തന്നു. അത് കൂടാതെ 10,000 മാവും 10,000 തുളസി. ഏതാ ടോപ്പല്ലേ മള്ളി? ഈ ഒരു എഫേർട്ട് ഇതിന്റെ ഇതിന്റെ 3 എഫേർട്ട് നിങ്ങള് ഇതിന് മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരത്തില്ലായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പോട്ടെ, നല്ല കാര്യം ചെയ്തത്. ഇപ്പൊ ചെയ്തത് കൊള്ളാം, നല്ല കാര്യം. ഗ്യാങ്ങിനൊരു നല്ല കോൺട്രിബ്യൂഷൻ ആണ്. വണ്ടിയൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഇപ്പൊ ഇതായിരുന്നു ആവശ്യം. അതണ്ണ നമുക്ക് അതൊന്നും പോയതിനും കുഴപ്പമില്ല. സസ്പെൻഷൻ കിട്ടിയതിനും കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്ര അത് കുഴപ്പമില്ല. എന്തായാലും സസ്പെൻഷൻ കഴിഞ്ഞൊരു ഇതൊക്കെ എടുത്തിട്ട് വാ. നീ 2 മാസത്തേക്ക് ഇനി സിലോട്ടില്ലാത്ത അണ്ണ അറിഞ്ഞോടാ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തെറ്റി വരുന്നത്. പഴയ പോലെ നല്ല വള്ളിയൊന്നുമില്ലടേ. ഒരു വരുമ്പോ ഒരു നല്ല 2 വള്ളിയൊക്കെ എടുക്കണം. പഴയ പോലെ കഴിഞ്ഞ മാസത്തെ പോലെ വരുമല്ലാണ്. കുറച്ച് പ്രശ്നമാണ്. കുറച്ച് പ്രശ്നത്തിലാണ്. 5 ദിവസം ഞാൻ കുറച്ച് തരാം. 13-ാം തീയതിയാണ്, അല്ല 12-ാം തീയതിയാണ് സസ്പെൻഷൻ ഇട്ടത്. 22-ാം തീയതി കയറിക്കോ. ഓക്കെ 10 ദിവസം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ എന്തായാലും കുറയ്ക്കാൻ പറ്റത്തില്ലടാ. എടാ കാര്യം മനസ്സിലായി. നിങ്ങൾ പിന്നെ ആ നിമിഷത്തിൽ കണ്ണാപ്പി ബോബോയ് 10,000 മാവ് 10,000 തുളസി.
പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മള് help പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളെ ഇല്ലാണ്ടായി പോയി ചോദിച്ചാൽ മതി. ബാബുസേട്ടാ, അതാണ് അത് പ്രശ്നം. പ്ലാനിങ് ഇല്ല പ്ലാനിങ്ങിന്റെ അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് എടുത്ത ഡിസിഷൻ അല്ലേ, അതാണ് അത് നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. പോട്ടെ നമ്മള് പോകണം ശരി 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 പോയിട്ടോ 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 അണ്ണ എന്താ